താങ്കളുടെ കുട്ടിയെ ആദ്യമായി എന്നാണ് ഡെന്റിസ്റ്റിനെ കാണിച്ചത്? ഒരു 3 വയസ്സിന് ശേഷം. അതിനുണ്ടായ കാരണം എന്താണ്? അതിന് വേദനയായിരുന്നു മെയിനായിട്ട്. രാത്രി കിടന്നുറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നുണ്ട്. എത്ര കൃത്യമായ ഇടവേളയിലാണ് കുട്ടികളെ ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടതെന്ന് അറിയാമോ? അത് അറിയില്ല, കൃത്യമായിട്ട് ചോദിച്ചാൽ അറിയില്ല. താങ്കളുടെ കുട്ടിയെ എന്നായിരുന്നു ആദ്യമായി ഡെന്റിസ്റ്റിനെ കാണിച്ചത്? ഒരു 3.5 വയസ്സാകുമ്പോൾ. എന്തിനായിരുന്നു അന്ന് ഡെന്റിസ്റ്റിനെ കാണിച്ചത്? പല്ലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫുഡ് കുടുങ്ങിയിട്ട്. അതിനുശേഷം അതിലെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തതിനു ശേഷം പിന്നെ എപ്പോഴായിരുന്നു കുട്ടീനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്? പിന്നെ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ കുട്ടീനെ കാണിക്കാൻ ഉണ്ടായിരുന്നുണ്ടോ? ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര ഇടവേളകളായിരുന്നു കാണിച്ചു കൊണ്ടിരുന്നത്? ഒരു 3 മാസം 6 മാസം കൂടും. താങ്കളുടെ കുട്ടിയെ ആദ്യമായി എന്നാണ് ഡെന്റിസ്റ്റിനെ കാണിച്ചത്? ഇന്ന് രാവിലെ ആണ് കാണിച്ചത്. ഇന്ന് രാവിലെ. അതിനുണ്ടായ കാരണം എന്താണ്? അത് ഇന്നലെ രാത്രി ഫുള്ള് കരഞ്ഞ്. അപ്പോൾ രാവിലെ ഇവിടെ വന്ന് കാണിച്ചു. വേദന നിൽക്കുന്നില്ല, കരച്ചിലും നിൽക്കുന്നില്ല. അപ്പോൾ ഒന്ന് രാവിലെ ഇവിടെ വന്ന് കാണിച്ചു. എത്ര കൃത്യമായ ഇടവേളയിലാണ് കുട്ടിയെ ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടതെന്ന് അറിയാമോ? അത് കറക്റ്റ് അറിയില്ല, എങ്കിൽ അത് മനസ്സിലാക്കുക. താങ്കളുടെ കുട്ടിയെ ആദ്യമായി എന്നാണ് ഡെന്റിസ്റ്റിനെ കാണിച്ചത്? 6ാമത്തെ വയസ്സിൽ. അതിനുണ്ടായ കാരണം എന്തായിരുന്നു? വേദന വന്നപ്പോൾ കാണിച്ചതാണ്. എത്ര കൃത്യമായ ഇടവേളയിലാണ് കുട്ടികളെ ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടതെന്ന് അറിയാമോ? അങ്ങനെ അറിയില്ല. വേദനകൾ വരുമ്പോൾ വല്ല പല്ല് പറിക്കാനാണ് സമയത്തൊക്കെ അങ്ങനെ കാണിക്കാന്നുള്ളതാണ്. നമസ്കാരം. നേരത്തെ കണ്ട വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിച്ചത് പാരന്റ്സിന് കുട്ടികളുടെ ദന്ത ചികിത്സയെ കുറിച്ച് എത്രത്തോളം അവയർനെസ് ഉണ്ടെന്നാണ്. ഇത്തരം സംശയങ്ങൾ ഒഴിവാക്കുന്നതിനായി കുട്ടികളിലെ സ്ഥിരമായ ഡെന്റൽ ചെക്കപ്പിന്റെ പ്രാധാന്യം എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പല മാതാപിതാക്കൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ പല്ലുവേദന ഉള്ളപ്പോൾ മാത്രമേ ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ മതി എന്നാണ്. പക്ഷേ പല്ലിനെ സംരക്ഷിക്കുവാനായി സ്ഥിരമായ ഡെന്റൽ ചെക്കപ്പ് അനിവാര്യമാണ്. നമുക്കിനി റെഗുലർ ഡെന്റൽ ചെക്കപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാം. കേട് അഥവാ കേരീസ് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി റൂട്ട് കനാൽ പോലുള്ള വലിയ ചികിത്സകൾ ഒഴിവാക്കുവാനും പല്ലുകളുടെയും താടിയെല്ലുകളുടെയും വളർച്ചയിലും ക്രമീകരണത്തിലും ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ചികിത്സിക്കുവാനും മോണയുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ഇത്തരം രോഗങ്ങൾ കാരണം വലിയ ചികിത്സകൾ ഒഴിവാക്കുവാനും സഹായിക്കുന്നു. ഇതിനായി നിങ്ങളുടെ കുട്ടിയെ ഓരോ 6 മാസം കൂടുമ്പോഴാണ് ഡെന്റിസ്റ്റിനെ കാണിക്കണം. കുട്ടികളുടെ മോണകളും പല്ലുകളും എങ്ങനെ പരിചരിക്കാം? പല മാതാപിതാക്കളുടെ തെറ്റിദ്ധാരണയാണ് കുട്ടികൾക്ക് പല്ല് വന്നില്ലല്ലോ, അതിനു മുന്നേ വായ വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ടോ? എങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യമേ തന്നെയാണ്. പാൽ കുടിക്കുന്ന കുട്ടികളിൽ പേസ്റ്റിന്റെ ആവശ്യമില്ല, വെള്ളം തന്നെ ധാരാളം. പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴൊക്കെ പാൽ നൽകിയതിനു ശേഷവും നിർബന്ധമായും വൃത്തിയുള്ള നനവുള്ള തുണി ഉപയോഗിച്ച് മോണ വൃത്തിയാക്കുന്നത് വളരെയധികം നല്ലതാവും. ഇതുമൂലം കുട്ടികളുടെ മോണകളിൽ ഉണ്ടാവുന്ന അണുബാധ തടയാൻ നമുക്ക് സഹായിക്കും. ചില മാതാപിതാക്കൾ കണ്ടുവരുന്ന ഒരു തെറ്റായ പ്രവണതയാണ് പാൽ കുടിച്ചതിന് ശേഷം കുട്ടികളെ ഉറങ്ങാൻ കടത്തുമ്പോൾ പാൽ കുപ്പികൾ കുട്ടികളുടെ വായിൽ വെക്കുന്നത്. ഇതുമൂലം കുട്ടികളുടെ വായിൽ അണുബാധ ഉണ്ടാകാനും മോണരോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യമാണ്. ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അണുബാധ പോലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന മോണരോഗങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും. കുട്ടികൾക്ക് 6ാം മാസത്തിലാണ് ആദ്യത്തെ പല്ല് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങാം. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഫസ്റ്റ് ഡെന്റൽ വിസിറ്റും നടത്തണം. ഇനി നമുക്ക് എങ്ങനെ ബ്രഷ് ഉപയോഗിക്കാം, ഏതൊക്കെ പേസ്റ്റ് ഉപയോഗിക്കാം, ഏതൊക്കെ വയസ്സിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 0 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഫ്ലൂറൈഡ് അടങ്ങാത്ത പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഒരു അരിമണി അളവിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു പയർമണി അളവിലാണ് ഉപയോഗിക്കേണ്ടത്. ഫ്ലൂറൈഡ് അടങ്ങായ പേസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ ഇത് വിഴുങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്താനായി എപ്പോഴും മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ വേണം കുട്ടികളെ ബ്രഷ് ചെയ്യിക്കാൻ. 6 വയസ്സ് മുതൽ ബ്രഷിനും പേസ്റ്റിനും ഒപ്പം കുട്ടികൾക്ക് ഫ്ലോസിംഗും ശീലമാക്കാം. ഈ പ്രായത്തിൽ ബ്രഷിന്റെ ഉടനീളത്തിലാണ് പേസ്റ്റ് ഉപയോഗിക്കേണ്ടത്. കുട്ടികളുടെ പല്ലുകൾ എങ്ങനെ ബ്രഷ് ചെയ്യാം? ആദ്യമായി മുകളിലെ പല്ലുകളുടെ പുറം ഭാഗം മുകളിൽ നിന്ന് താഴേക്ക്, അതിനുശേഷം മുകളുടെ പല്ലുകളുടെ ഉൾഭാഗം മുകളിൽ നിന്ന് താഴേക്കും ഇതുപോലെ ചെയ്യുക. താഴത്തെ പല്ലുകളുടെ ഉൾഭാഗവും പുറം ഭാഗവും ചെറിയ വട്ടത്തിൽ ബ്രഷ് ചെയ്യുക. അവസാനമായി പല്ലുകളുടെ അറ്റങ്ങളിലും ചവയ്ക്കുന്ന ഭാഗങ്ങളിലും മുന്നോട്ടും പിന്നോട്ടും ബ്രഷ് ചെയ്യുക.
കുട്ടികളുടെ സമഗ്രമായ ആരോഗ്യത്തിന് പല്ലുകളുടെ ആരോഗ്യവും പ്രധാനമാണ്. ആരോഗ്യകരമായ പല്ല് ശരിയായ ഭക്ഷണം കഴിക്കാൻ, നന്നായി സംസാരിക്കാൻ, അവരുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. കുട്ടികളുടെ പല്ലുകളിൽ സാധാരണമായി കാണപ്പെടുന്ന ഡെന്റൽ കേരീസ് എന്ന അസുഖത്തെ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി. ഇതിൽ ഘട്ടം ഘട്ടമായുള്ള ഡോക്ടറെ വിസിറ്റ് ചെയ്യൽ, ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻസ്, പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് പോലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഇനി അഥവാ പല്ലിൽ ഉണ്ടാകുന്ന അസുഖം കൂടുതലാകുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് റീസ്റ്ററേറ്റീവ് ഡെന്റിസ്ട്രി. കുട്ടികളിലെ പ്രതിരോധ ദന്ത ചികിത്സയിൽ ഉൾപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ എന്നത്. ടോപ്പിക്കൽ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ എന്നത് ഡെന്റിസ്റ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇനി ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ പോലെ തന്നെ പല്ലിന്റെ പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന മറ്റൊരു ചികിത്സാ രീതിയാണ് പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് എന്നത്. പിറ്റ് ആൻഡ് ഫിഷർ എന്നത് പല്ലിന്റെ ചവയ്ക്കുന്ന ഭാഗത്ത് കാണുന്ന വരകളും കുഴികളുമാണ്. ചില ആളുകളിൽ ഇതിന് ആഴം കൂടുതലായിരിക്കും. ഈ ആഴത്തിലുള്ള പിറ്റ് ആൻഡ് ഫിഷറുകളിൽ ഫുഡ് കുടുങ്ങി അത് പിന്നീട് പല്ലിലെ കേടായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെ തടയുവാനായി നമ്മൾ ഒരു പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് അവിടെ അപ്ലൈ ചെയ്യും. മേൽ പറഞ്ഞ പിറ്റ് ആൻഡ് ഫിഷർ സീലന്റും അതുപോലെ തന്നെ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷനും പോലുള്ള ചികിത്സാ രീതികൾ പല്ലിൽ ഉണ്ടാകുന്ന കേടിനെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രിവെന്റ് ചെയ്ത് അത് പിന്നീട് റൂട്ട് കനാൽ പോലുള്ള വലിയ ചികിത്സാ രീതികളിലോട്ട് പോകുന്നതിനും പ്രിവെന്റ് ചെയ്യും. കുട്ടികളിലെ സ്ഥിരമായിട്ടുള്ള ഡെന്റൽ ചെക്കപ്പിന്റെ ആവശ്യകതയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താവുന്ന വിഷയമാണ് പല്ലുകളുടെയും താടിയെല്ലുകളുടെയും വളർച്ചയിലും ക്രമീകരണത്തിലും ഉണ്ടാകുന്ന വൈകല്യങ്ങൾ. കുട്ടികളുടെ മേൽത്താടിയുടെയും കീഴ്ത്താടിയുടെയും വളർച്ചാ വ്യത്യാസങ്ങൾ കണ്ടെത്തി അവയെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ നാം ഓർത്തോപീഡിക് അപ്ലയൻസസ് എന്ന് പറയുന്നു. ഇത്തരം ഉപകരണങ്ങൾ നാം കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓർത്തോപീഡിക് അപ്ലയൻസസിനെ കുറിച്ചാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യമായി നാം ഡിസ്കസ് ചെയ്യുന്നത് ചിങ്കപ്പ്. കീഴ്ത്താടിയുടെ അമിതമായ വളർച്ചയെ നിയന്ത്രിക്കുവാനായി ഉപയോഗിക്കുന്ന ഉപകരണത്തെ ചിങ്കപ്പ് എന്ന് പറയുന്നു. രണ്ടാമതായി വരുന്നത് ഹെഡ് ഗിയർ. മേൽത്താടിയുടെ അമിതമായ വളർച്ചയെ നിയന്ത്രിക്കുവാനായി ഉപയോഗിക്കുന്ന ഉപകരണത്തെ നാം ഹെഡ് ഗിയർ എന്ന് പറയുന്നു. ഇവ മേൽത്താടിയുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നതോടൊപ്പം പല്ലുകളുടെ പൊസിഷൻ ശരിയാക്കുവാനും സഹായിക്കുന്നു. മൂന്നാമതായി ഫേസ് മാസ്ക് അഥവാ റിവേഴ്സ് ഫുൾ ഹെഡ് ഗിയർ ആണ്. ചില കുട്ടികളുടെ മേൽത്താടി വളരെയധികം പിന്നോട്ടും കീഴ്ത്താടി വളരെയധികം മുന്നോട്ടുമായിരിക്കും. ഇത്തരം കണ്ടീഷനുകളിൽ നാം മേൽത്താടിയെ മുന്നോട്ട് വളർത്തുവാനായി ഉപയോഗിക്കുന്ന ഉപകരണത്തെ നാം ഇത്തരത്തിൽ കുട്ടികളിലെ പല്ലിന്റെയും എല്ലിന്റെയും വൈകല്യങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് സർജറി പോലെയുള്ള വലിയ ട്രീറ്റ്മെന്റുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ സ്ഥിരമായ ഇന്റർവെല്ലുകളിൽ ഡെന്റിസ്റ്റിനെ കാണിക്കണമെന്ന് പറയുന്നത്. മാതാപിതാക്കൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കുണ്ടാവുന്ന ദന്തരോഗങ്ങളും ആ വൈകല്യങ്ങളും അവരുടെ ചികിത്സയും തടയാൻ സാധിക്കും. ഇതിനായി കുട്ടികളിൽ സ്ഥിരമായിട്ടുള്ള ഡെന്റൽ ചെക്കപ്പ് വളരെയധികം പ്രധാനമാണ്.